ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രത്തിൽ വിശദീകരണവുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. താൻ വഴിയാണ് പോറ്റി സോണിയെ കണ്ടതെന്നത് തെറ്റാണെന്നും സോണിയയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് അറിയിക്കുകയും കൂടെ ചെല്ലാമോ എന്ന് ചോദിച്ചപ്പോഴാണ് പോയതെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഇപ്പോഴുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പാർട്ടിക്കുള്ളിലുള്ളവരാണെന്ന് സംശയിക്കുന്നതായും അടൂർ പ്രകാശ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പോറ്റിയുമായുള്ള ബന്ധം പറഞ്ഞ് തന്നെ ഏതൊക്കെ തരത്തിൽ മോശമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് വിലപ്പോവില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ നന്നായി അറിയാം. കേരളത്തിലെ ജനം എല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും വിലയിരുത്തുന്നവരുമാണ്. ഇതേ ചൊല്ലി പാർട്ടിയിൽ ആശങ്കയില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. പോറ്റിയെ ആദ്യമായി കാണുന്നത് 2019 അന്ന് താൻ MP ആയിരുന്നു. ശബരിമലയിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട ചടങ്ങിനെത്താനായി അദ്ദേഹം ക്ഷണിച്ചു. അതനുസരിച്ച് അതിൽ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. അത് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോഴായിരുന്നു. മരിച്ച സമയത്ത് സ്ഥലത്തില്ലാത്തതിനാൽ പിന്നീടാണ് പോയത്. അദ്ദേഹം ശബരിമല കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞിട്ടല്ല പരിചയപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിലും പോയിരുന്നു. അന്ന് തനിക്കൊപ്പം KPCC ജനറൽ സെക്രട്ടറി രമണി P നായരും ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് താനല്ല. ഡൽഹിയിൽ വന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. MP എന്ന നിലയിൽ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സോണിയാഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിനൊപ്പം പോയത്. പിന്നീട് ഒരിക്കൽ താൻ ബംഗളൂരുവിലുണ്ടെന്നറിഞ്ഞ് തന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകളുടെ ചടങ്ങുമായി സംബന്ധിച്ച് ക്ഷണക്കത്ത് തരികയും ചെയ്തു. അതിനൊപ്പം മറ്റൊരു കവർ തന്നു എന്നത് സത്യമാണ്. അത് ഈന്തപ്പഴമായിരുന്നു. അത് അവിടെയുള്ളവർക്ക് തന്നെ വിതരണം ചെയ്യുകയും ചെയ്തെന്നും പ്രകാശ് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ പോറ്റി വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട് വെച്ച് നൽകിയതിന്റെ താക്കോൽദാനത്തിലാണ് പോയത്. അന്ന് തനിക്കൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്നും മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉള്ളതായി തോന്നിയില്ല. താൻ പോറ്റിയുടെ വീട്ടിലെ നിത്യസന്ദർശകനല്ലെന്നും തന്നെ നിത്യസന്ദർശകനെന്ന് വ്യാഖ്യാനിക്കുന്നത് മരമുറി ചാനൽ മാത്രമാണെന്നും തന്നെ നിരന്തരമായി കണ്ടെന്ന് പറഞ്ഞയാൾ പെയ്ഡ് സാക്ഷിയാകാമെന്നും അദ്ദേഹം പറഞ്ഞു.